ഹലോ നമസ്കാരം. അജോസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലിൽ കണ്ട പോലെ നമ്മളുടെ കുഞ്ഞു കൂട്ടുകാരുടെ കൂടെ ഒരു ദിവസം. നിങ്ങൾക്ക് തന്നെ അറിയാം, പെറ്റ്സുള്ള എല്ലാവർക്കും അറിയാം, ഒരു ദിവസം ഒരു വീഡിയോ കൊണ്ടൊന്നും തീരുന്നതല്ല ഇവരെ കൂടെയുള്ള ഒരൊറ്റ ദിവസം എന്ന് പറയുന്നത്. ഇപ്പം തുടങ്ങുകയാണ് ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തൊട്ടുള്ള യുദ്ധങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് കുക്കിയാണ് നമ്മളുടെ അകത്തുള്ളത്. അപ്പോൾ അവിടെ കണ്ടില്ലേ ഒരു മതിൽ കെട്ടി വെച്ചിരിക്കണത് തുണി വെച്ചിട്ട്. ഇല്ലെങ്കിൽ കുക്കി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ സ്റ്റെപ്പ് കയറി വരും. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ രാത്രി അവിടെയൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് നടക്കുമല്ലോ, അപ്പം എങ്ങാനും വീണാലോ എന്ന് പേടിച്ചിട്ടാണ്. പിന്നെ മാത്രമല്ല നമുക്കൊരു സമാധാനം തരിലേക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ കുരയ്ക്കും ചെയ്യും, മാന്തി എന്താ പറയുക സൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും. അതുമല്ല, ഈ ചക്കീരെയും മില്ലിയുടെയൊക്കെ പിന്നാലെ ഇങ്ങനെ ഓടും ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ എന്താ പറയുക സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണതറിയില്ല. കാരണം ഇവൾക്ക് ഉണ്ടല്ലോ ഭയങ്കര സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ പൂച്ചകളുടെ പോലെയല്ല, ഇവൾക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ എന്താ പറയുക സ്ലൈഡ് ചെയ്തൊക്കെ ഇങ്ങനെ പോവും ചിലപ്പോൾ. കാരണം നമ്മുടെ ടൈൽസിലൊക്കെ ഇങ്ങനെ കുറേ ദൂരം അങ്ങോട്ട് പോകും. അപ്പോൾ അതുപോലെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉറപ്പായിട്ടും വീഴും. അതാണ് ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളവിടെ ഉള്ളപ്പോഴൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ അതിങ്ങനെ മിക്കപ്പോഴും അതിങ്ങനെ അടച്ചു വയ്ക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു ആക്ച്വലി. ഇന്നലെ തന്നെ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ദേവൂട്ടന് മാത്രമാണ് ക്ലാസ്സുള്ളൂ, അമ്മാളിന് ക്ലാസ്സില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത് നമ്മൾ എണീക്കാൻ. അപ്പോൾ കുറച്ച് 7 മണിയൊക്കെ ആയിട്ടാണ് എണീറ്റത്. കാരണം അവൻ 8:15 ആകുമ്പോൾ പോയാൽ മതി, ഫുഡ് കൊണ്ടുപോകണ്ട. അപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്തൊക്കെ എണീറ്റ് വന്നതാണ്. ഇല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കിയും ഉണ്ടാവും. ഇതിപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കി രാവിലെ ഫുഡൊക്കെ കഴിച്ച് ചക്കി മില്ലിയൊക്കെ പോയി ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും. അത് പിള്ളേർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ദേവൂട്ടൻ്റെ ഓട്ടോ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇവൾക്ക് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാളുവിനെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. അമ്മമാളുവിനെ കൊണ്ടുവന്നാക്കണം, കുറച്ചങ്ങോട്ട് കൊണ്ടുവന്നാക്കണം. അവിടെ വരെയാണ് ബസ് വരുള്ളൂ. അപ്പോൾ ഇന്നും ഹസ്ബൻഡ് അമ്മമാളുവിനെ കൊണ്ടുവന്നാക്കാൻ അവിടെ വരെ പോകുമ്പോൾ ഇവളെയും കൊണ്ടാണ് പോവുക. അപ്പോൾ അതുപോലെ ബാഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗ് എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾക്ക് വരാനായിട്ടുള്ളൊരു അതാണ് ഈ കണ്ടത്. മേത്തുകാരലും ബഹളവും ബാഗുമൊക്കെ അടിക്കലും സ്ഥിരമായിട്ടുള്ളതാണല്ലോ. പക്ഷെ ഇന്ന് പോകണില്ല. അപ്പോൾ ദേവൂട്ടനെ ഓട്ടോ ഇപ്പോൾ വരും. അപ്പോൾ അതിന് ആയിട്ടുള്ള എന്താ പറയുക കുട്ടികളെ പോലെ തന്നെയാണ് ശരിക്കും ഈ ഷിറ്റ്സു എന്ന് പറയുന്നത്. ശരിക്കും ടോയ് ബ്രീഡ് എന്നൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. ഭയങ്കര എന്നുവെച്ചാൽ എല്ലാവരും വരുമ്പോൾ ചോദിക്കും നമ്മളുടെ അടുത്ത് കടിക്കുമോ. ഒരിക്കലും കടിക്കില്ല അവറ്റകൾ. പക്ഷേ ഭയങ്കര നമ്മളിങ്ങനെ കപ്പും. ഇപ്പോൾ ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാനല്ല ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ആ സ്നേഹമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ തള്ളവിരലൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് അതൊക്കെ ചിലപ്പോൾ അത് ഫുൾ വയലാവും നമ്മളുടെ വിരലൊക്കെ. പക്ഷെ എന്നാലും ഇങ്ങനെ താത്തിയൊന്നും കടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, അടുത്തത് അപ്പം ഇറങ്ങി വരും എന്നുള്ള. അതുകൊണ്ട് അങ്ങനെ സ്റ്റെപ്പും തന്നെ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഗുസ്തി കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വിശേഷങ്ങൾ. പിന്നെ നമ്മൾ ടെടിക്കാണ് ഫസ്റ്റ് കൊടുക്കുക കേട്ടോ. കുക്കിക്ക് ടെടിക്ക് ഫസ്റ്റ് റസ്ക്കാണ്. അത് രാവിലെ നടക്കാൻ പോണതിന് മുന്നേ 2-3 റസ്ക് കൊടുത്തിട്ടാണ് ഹസ്ബൻഡ് കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ദേവൂട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് 8:15. ആ ഓട്ടോറിക്ഷ പോയി കഴിയുമ്പോൾ അവൻ വിളിച്ചു തുടങ്ങും ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മളത് കൊണ്ടുകൊടുക്കും. അപ്പോൾ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് അതിലൊരു പങ്കുണ്ട് കുക്കിക്ക് ഒരു 3-4 എണ്ണം മതി. അവൾക്കത് പോക്കെ കൊടുത്ത് സിറ്റൊക്കെ പറഞ്ഞ് അതങ്ങനെ ശീലമാണ് അവളുടെ. അപ്പോൾ അവളത് കഴിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ടെടിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞു, വെള്ളം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ എൻ്റെ സ്ഥിരം പണികളുടെ ഇടയിൽ അതൊരു എന്താ പറയുക ഒരു ടൈം ടേബിൾ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെ ബോഗൻ വിലാസ് ഇപ്പോൾ 2ാമത്തെ അല്ല 3ാമത്തെ ബ്ലൂമിങ്ങിനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ കുറേ എന്താ പറയുക നമ്മളുടെ 19 DAP പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ സ്ലറി അതൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷെയ്ഡിലാണ് ഇരിക്കണം. എന്നാലും കുറച്ച് ചെടികളൊക്കെ പുറത്തേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി ആദ്യം ഉള്ളിലേക്ക് ആക്കി വെക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മഴ പെയ്തിട്ട് ഇപ്പം തന്നെ കൂടുതൽ വെള്ളമായി. ഇപ്പം നന്നായി മഴ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നം പറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ ആ ഒരു റംബൂട്ടാൻ ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ വീട്ടിലെ റംബൂട്ടാൻ അത് കുറേ ഇങ്ങനെ വളർന്ന് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം
കുറച്ച് കായ്ക്കാനായിട്ട് വന്നപ്പോൾ നിറയെ വന്നു. അപ്പോൾ അതുകൊണ്ട് വെയിൽ ഭയങ്കരമായിട്ട് നമ്മുടെ കുറഞ്ഞു ബോഗൻവില്ലയ്ക്ക്. ഇങ്ങോട്ട് നീങ്ങി വന്ന് എന്നെ ചീത്ത പറഞ്ഞു തുടങ്ങി, വണ്ടി വളയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം പ്രാവശ്യം കുറവുണ്ടാവുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുക്കിയുടെ ഫുഡ്, ടെഡിയുടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് വന്നാൽ കുക്കിയുടെ ഫുഡ്. അതിന് മുന്നേ പാല് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ചായ വയ്ക്കുമല്ലോ നമ്മൾ. അപ്പോൾ തന്നെ എനിക്ക് വന്നപ്പോൾ ചായ വയ്ക്കില്ല. അതിപ്പോൾ ഇവർക്ക് ഒരു ഗ്ലാസ് പാലും വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടാവും. രാവിലെ ടെടിക്കില്ല, കുക്കിക്കും മില്ലിക്കും ചക്കിക്കും മാത്രമാണ് പാലുള്ളൂ. ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ 3 പേർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും. വൈകിട്ടാണ് ടെടിക്കുള്ളൂ കേട്ടോ പാല്. 2 നേരം പാലൊക്കെ കൊടുത്ത്, പാലും വെള്ളം, വീണ്ടും പറയുന്നു പാലും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാൽക്കട തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അത് ഫസ്റ്റ് അവൾ കുടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് ചില ദിവസം ഇട്ട് കൊടുത്ത് അപ്പം തന്നെ അവൾ കഴിക്കും. ചിലപ്പോൾ അവൾക്ക് മടിയാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ കഴിക്കും. പിന്നെ ചില ദിവസങ്ങളുണ്ട് ചിലപ്പോൾ ഉച്ചയായി കഴിഞ്ഞാലും കഴിക്കില്ല. അങ്ങനെ ഒരു ടൈപ്പാണ് അവരുടെ ഒരു എന്താ പറയുക, ഡൈജഷൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള ഒരു 2 ദിവസമൊക്കെ അടുപ്പിച്ച് അങ്ങനെ ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും വരെ മരുന്ന് ഡിവോമിങ് ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ ഇവരെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ മക്കളെ പോലെ തന്നെയാണ് അവരുടെ ഓരോരോ ചേഞ്ചുകൾ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഇതിനുള്ളതാണ്. കാരണം നമ്മളിതിങ്ങനെ ഇവരെങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ചക്കി 2ാമത്തെ സെറ്റിന് വന്നിട്ടുണ്ട് ട്രിപ്പിന്. ആദ്യം ഫുഡ് കഴിച്ച് പോയതാണ്, പിന്നെ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ ഒരു 8-8:30 ആയപ്പോൾ മാഡം വന്നിട്ടുണ്ട്. ഇനി മില്ലി ഇതുവരെ വന്നിട്ടില്ല പാല് കുടിക്കാനായിട്ട്. ഫുഡ് കഴിച്ചിട്ട് രാവിലെ പോയിട്ടുള്ളതാണ്. അപ്പം ഇനി അവളും വരും ഒരു പാല് കുടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പോക്കാൻ പോകും. പിന്നെ ഉച്ചയ്ക്കോ ചിലപ്പോൾ 3 മണിയൊക്കെ ആവും വരുമ്പോൾ മാഡങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത പാട്ടിൽ കാണാം.